ഹലോ മച്ചാമ്പികളായ കുഞ്ഞൂസുകളായ നിങ്ങൾക്ക് വീണ്ടും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നമ്മുടെ പഴയ താറ് നമ്മൾ നശിച്ചു ഗൈസ്. പഴയ താറ് നമ്മൾ മറ്റേ ഗോസ്റ്റ് പിടിച്ചുകൊണ്ട് പോയി നശിച്ചു. അതുകൊണ്ട് ഇവിടെ ഞാൻ ഒരു താറ് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴാണ് എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചത്. എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് ആ കൂട്ടുകാരനാണ് എൻ്റെ ഗ്യാരേജൊക്കെ നല്ല രീതിയിൽ നോക്കുന്നത്. അപ്പോൾ അവൻ്റെ അടുത്ത് വിളിച്ച് പറയുമ്പോഴത്തേക്കും അവൻ പറയുന്നത് ഇവിടെ ഒരു പുതിയതായിട്ടൊരു സ്റ്റാർ ഷോറൂം തുടങ്ങി. അപ്പോൾ അവിടെ പോയി ഒന്ന് ഇതാക്കാൻ ഗൈസ്. എനിക്ക് അറിയത്തില്ല, അവൻ ലൊക്കേഷൻ പറഞ്ഞത് ഏകദേശം ഇവിടെ ആരത്തെയും ചോദിക്കാൻ അവനിക്ക് താർ ഷോപ്പ് തുടങ്ങിയെന്ന് മാത്രമേ അറിയാവൂ. ചേട്ടാ ഇവിടെ ഈ താറിൻ്റെ ഷോപ്പ് എവിടെന്നറിയാമോ? നമ്മൾ റോട്ടിൽ കൂടെ പോകുന്ന താറോ? റോട്ടിൽ ബെസ്റ്റ് ആരെടുത്താണ് ഐസെന്ന് ചോദിച്ചാൽ റോട്ടിൽ കൂടെ പോകുന്ന താറല്ലേ. ഇവിടെ ഒരു വലിയൊരു ജീപ്പിൻ്റെ ഒരു ഷോറൂം കട. ജീപ്പിൻ്റെ കഥ എങ്ങനെ പറ, കുറേ നല്ല ലക്ഷറി ജീപ്പുകൾ അതിവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നേരെ പോകുമ്പോഴത്തേക്കും നമ്മുടെ എയർപോർട്ടിൻ്റെ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും നമ്മളെ കാണുന്ന ആ ഒരു സ്ഥലമാണ്. അവിടെ ഒഴിഞ്ഞൊരു ബിൽഡിങ് കിടക്കും. പുള്ളിക്കാരൻ സംസാരമൊക്കെ എടുത്ത് കള്ളമാണെന്നാണ് തോന്നുന്നത്. എങ്ങനെ നേരെ എയർപോർട്ടിലേക്ക് ഇതെന്താണ് ഗൈസ്? ഇവിടെ നിറച്ച താറുകളാണല്ലോ ഗൈസ്. ഇവിടെ താർ റോക്സ് ഉണ്ട്, താറിൻ്റെ മറ്റേ സ്റ്റണ്ടിങ് ഉണ്ട്, അവിടെ ഒരു യമഹ വിമാക്സ് ഉണ്ട്. എൻ്റെ പൊന്നി ഗൈസ്, ഇവിടെ നമുക്ക് ഇതിലൊന്നും നമ്മൾ വാങ്ങത്തില്ല ഗൈസ്. നമുക്കൊരു പ്രത്യേക ഒരു താർ നമുക്ക് മതി ഗൈസ്. എനിക്ക് പോയ മോഡലുള്ള ഇതൊക്കെ വെറും നല്ല എൻ്റെ കയ്യിലുള്ള മോഡൽസാണ്. എനിക്ക് ഓഫ് റോഡ് എടുക്കണമെന്നില്ല ഗൈസ്. മഞ്ഞത്താറ് ഓടത്തില്ല, അത്തോട്ട് കയറാനേ പറ്റത്തുള്ളൂ. ഈ ഒരു വൈറ്റ് താർ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്കിതിൻ്റെ ടെസ്റ്റ് ഡ്രൈവും ചോദിക്കാം അല്ലേ? നമുക്ക് ഇതിലൊരു വൈറ്റ് കളർ ഈ ഒരു താറിന് ടെസ്റ്റ് ഡ്രൈവും ചോദിക്കാം. ഓക്കെ, ഈ ഇടയ്ക്കിവിടെയൊക്കെയാണ് ഗൈസ് വണ്ടികളൊക്കെ കൊണ്ടുവന്നിട്ടേക്കുന്നത്. നമുക്കൊന്ന് പോയി ചോദിച്ചിട്ട് ഇവിടെ തന്നെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അവിടുത്തെ നമുക്ക് കീ സോറി നമുക്ക് കീ തന്നിട്ടുണ്ട്. അവർ പറഞ്ഞത് തൽക്കാലത്തേക്ക് ഇപ്പോൾ വൈറ്റ് തരത്തില്ല, നീ ബ്ലാക്ക് എടുത്തൊന്ന് ഓടിച്ച് നോക്കാൻ. ബ്ലാക്ക് സെറ്റാണെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. ബ്ലാക്ക് സെറ്റാണോ എന്തെന്നൊക്കെ നമുക്ക് നോക്കാമല്ലോ. ഇടയ്ക്കിടെ ഇറക്കാൻ വേണ്ടി പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് മാത്രം ചെയ്യുന്നതേ ഉള്ളൂ. താർ ഓടിക്കാനുള്ളവർക്കൊക്കെ കൊതി തോന്നാൻ വേണ്ടി നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. ടെസ്റ്റ് ഡ്രൈവ് നമുക്ക് ചെയ്ത് നോക്കാം ഗൈസ്. നമ്മളിതാ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി നമ്മളിതാ പോവുകയാണ്. കറങ്ങി അപ്പുറത്തെ വഴി കൂടെ നമുക്ക് തിരിച്ചു വരാം ഗൈസ്. ഈ ബിൽഡിങ് എനിക്ക് അറിയാമെന്നാണ്. ഇതിങ്ങനെ ഇതിൻ്റെ ഡോറ് പൊളിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്കിത് നേരെ ആക്കണം ഗൈസ്. ഇല്ല ഗൈസ്, നമുക്കിനിയിപ്പം ഇതിൻ്റെ ക്യാഷും കൂടെ അങ്ങ് കൊടുത്തേക്കല്ലേ ഗൈസ്. നമ്മൾ വലിയൊരു ബില്ലിയർ ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ക്യാഷും കൂടെ അങ്ങ് കൊടുത്തേക്കാം. കൊണ്ടുപോയി കാണിക്കുമ്പോഴത്തേക്കും അവർ എന്തെങ്കിലും പറയുമെന്ന് അറിയത്തില്ല. ഇവിടെ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട്. അമ്മച്ചി ഇപ്പോൾ വണ്ടികളെല്ലാം കൂടെ പോയി അതിനകത്ത് ഇടിക്കണേ. നമുക്ക് ഈ നോർമൽ വൈറ്റ് താറ് വാങ്ങാം ഗൈസ്. ഈ നോർമൽ വൈറ്റ് കളർ താറാണ് ഗൈസ്. നമുക്കിതിൻ്റെ പൈസയും കൂടെ അങ്ങ് കൊടുത്തേക്കാം. ഇവിടെ ആയിട്ട് അങ്ങ് വർക്ക് ചെയ്ത് കീ കൊടുത്ത് മറ്റത് വാങ്ങാം ഗൈസ്. മാനേജർ ഇവിടെയാണ് ഗൈസ് ഉള്ളത്. കീസ് നമ്മൾ കൊടുത്ത് നമുക്ക് ആ വണ്ടിയും കാര്യം തന്നെ തന്നിട്ടുണ്ട്. കുറച്ചധികം പൈസ കൊടുത്ത് ഭാഗ്യത്തിന് നമുക്ക് ബാഗും കൂടെ തിരിച്ച് കിട്ടിയെന്നേ ഉള്ളൂ ഗൈസ്. ഞാൻ വിചാരിച്ച് ബാഗോട് കൂടി അവരെടുക്കുമെന്ന്. അപ്പോൾ നമുക്ക് ബാഗിൻ്റെ ബാക്ക് വയ്ക്കാം. ഓക്കെ, നമ്മളിൻ്റെ ബാക്ക് ഡിക്കിയിലിട്ട് നമ്മളുടെ ബാഗ് വെച്ചിട്ടുണ്ട്. നമുക്ക് വണ്ടി ഒന്ന് എടുത്ത് വെക്കാം ഗൈസ്. അപ്പുറത്തെ വണ്ടിയിൽ ഓടുന്നുണ്ട് ഗൈസ്. വണ്ടി ഓണാക്കിയിട്ടുണ്ട് ഗൈസ്. വണ്ടി നല്ല സെറ്റപ്പായിട്ട് തന്നെ പോകുന്നുണ്ട്. 4x4 താറ് ആദ്യത്തെ താറാണ്. 9,40,000 രൂപ എത്ര കണ്ടാണ്. ഇതിൻ്റെ ഹൈ ക്വാളിറ്റിയാണ് കേട്ടോ, ഹൈ ക്വാളിറ്റി. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു താറ്, ഇഷ്ടപ്പെടുന്ന ഏതോ ഒരു താറ് നിങ്ങൾക്ക് പറയാം. അതിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഇപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിനുള്ള താറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള താറ് ഏതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ,
നമുക്ക് ന്യൂ താറിൻ്റെ അടുത്ത് നിന്നൊരു ഫോട്ടോ എടുക്കണ്ടേ. ന്യൂ താർ ഡോൺ ഡോൺ മക്കളെ ഡോൺ മക്കളെ ഡോൺ മക്കളെ ഡോൺ മക്കളെ ഡോൺ മക്കളെ സ്ക്രീൻ ഷോട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു കോയിൻസിനസ് കൂടെ വരുത്തേണ്ടി വരുമല്ലേ. നമുക്കൊരു കോയിൻസിനസ് അല്ലെങ്കിൽ നമുക്കൊരു യമഹ വിമാക്സ് വയ്ക്കാം ഗൈസ്. നമുക്കിവിടെ സിറ്റിക്കകത്ത് നമുക്ക് ഈ വണ്ടി കോഡ് അടിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ ഇട്ടുകൊണ്ട് ഇവിടുത്തെ പണക്കാരന്മാർ വരെ, പക്ഷേ പണക്കാരന്മാരല്ല പാവപ്പെട്ടവർക്ക് വരെ ഇപ്പോൾ വണ്ടി ഓട്ടിക്കാൻ സാധിക്കുന്നുണ്ട്. അത് ഗവൺമെൻറ് നല്ലൊരു കാര്യമാണ് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു ഫോട്ടോയും കൂടെ എടുത്ത് നമുക്ക് നിർത്താം. വണ്ടി ഇങ്ങോട്ടോട്ട് ഇടാം. അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു താറില്ല, അതിൻ്റെ മുമ്പിൽ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം. ഡോൺ മക്കളുടെ വെണ്ട PD 2 പൊന്നു സോദര എന്തിനാ വേദന സഹിക്കാന്, മുട്ട തൈലം വാങ്ങിച്ച ചൊല്ലി വേഗം വേദനകൾ മാറിപ്പോ കൊല്ലി. ആ പൊന്നു സോദര എന്തിനാ വേദന സഹിക്കാന്. ആ വണ്ടി എവിടെ ഉണ്ടോ ഗൈസ്? പൾസർ അവിടെ എവിടെയും കാണാം ഗൈസ്. അവരുടെ അടുത്ത് അകത്തിട്ടാണ് നമ്മളെ പൾസർ. എന്നാൽ നമുക്ക് പൾസർ നമുക്ക് നാളെ വന്ന് എടുക്കാം ഗൈസ്. ഇതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നമുക്ക് വീട്ടിലല്ലേ നമ്മൾ കൊണ്ടുവന്ന് ഇട്ടത്. അപ്പോൾ നമുക്ക് വിളിച്ച് പറഞ്ഞിട്ട് വീട്ടിൽ തന്നെ വന്നിട്ടിട്ട് നമുക്ക് വിളിച്ച് പറയാം ഗൈസ്. ഇത് ഗവൺമെൻറ്റിൻ്റെ തന്നെ വണ്ടിയാണ് ഗൈസ്. ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഒരു ഡൂക്കാണ് ഗൈസ്. അവർ പറഞ്ഞു ഡൂക്ക് ഓട്ടം പോയൊക്കെയാണ്, വേറെ ഏതെങ്കിലും ഒന്ന് പറയാൻ. നൈസ് പണക്കാർ പ്രത്യേകത പണക്കാരിലെ പാവപ്പെട്ടവർക്ക് ഈ സിറ്റിയിൽ ഒന്ന് താമസിക്കാൻ, പാവപ്പെട്ടവർക്ക് ഒരു ഫ്രീ കാർഡ് പ്രസിഡൻറ്റിൻ്റെ ഒരു വർഷത്തിൻ്റെ മീറ്റിങ്ങിൻ്റെ അകത്ത് 1 വർഷത്തിൻ്റെ വാരൻറ്റി ഉള്ള ഒരു കാർഡ് കൊടുക്കും. അതിന് നമുക്കിവിടെ എല്ലാം ഫ്രീ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ഒരിക്കലും ഗുഡ് ബൈ.